എല്ലാവർക്കും ഹാർഡ്വെയർ ഇൻട്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു കാറ്റലോഗ് പരിശോധിക്കുകയാണ്. കൺസ്ട്രക്ഷൻ കെമിക്കൽസിനെയും ബിൽഡിംഗ് മെറ്റീരിയൽസിനെയും ഹാർഡ്വെയറിനെയും സംബന്ധിച്ചിട്ടുള്ള ഒരു കാറ്റലോഗാണ്. നോക്കൂ, പ്ലൈവുഡ്, അതുപോലെ സിമെന്റ്, ടൈൽ ഗ്ലൂ, സ്റ്റീൽ പ്രോഡക്റ്റ്, അതുപോലെ തന്നെ ബ്ലോക്സ്, സാൻഡ്സ് എന്ന് വെച്ചാൽ നമ്മുടെ താബൂക്ക്, വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽ, മാനോൾ കവർ, ഡ്രൈവാൾ ഫോൾസ് സീലിംഗ്, നമ്മുടെ ജിപ്സം ടൈല്, അലുമിനിയം സീലിംഗ് ഒക്കെ ആയിട്ട്, പിന്നെ പെയിന്റിന്റെ ആക്സസറീസും, ജനറൽ ഹാർഡ്വെയർ ആൻഡ് ടൂൾസ്, അതുപോലെ പവർ ടൂൾസ്, ഇലക്ട്രിക്കൽ ഐറ്റംസ്, പ്ലംബിങ്, സാനിറ്ററി വെയർ, പിന്നെ സേഫ്റ്റി ഐറ്റംസ്. ആദ്യമായിട്ട് തന്നെ പ്ലൈവുഡ് ആണ്. കഷബ് പ്ലസ് 18 mm തിക്നെസ് വരുന്നത്. അതുപോലെ തന്നെ ഡയമണ്ട് പ്രസ്റ്റീജ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിലുള്ള പ്ലൈവുഡ്, അത് 18 mm. ഇനിയിപ്പം മെറൈൻ പ്ലൈവുഡ് 6 mm, 8 mm, 10 mm, 12 mm, 16 mm, പിന്നെ 18 mm തുടങ്ങിയവയാണ്. ഒറ്റത്തവണ യൂസ് ചെയ്യണതും ഉണ്ടാവും, അതുപോലെ തന്നെ 2-3 തവണകളായിട്ട് ഉപയോഗിക്കുന്നതും ഉണ്ടാവും. അടുത്തത് PVC കോട്ടഡ് ആയിട്ടുള്ള പ്ലൈവുഡ് ആണ്. പിന്നെ കൊമേഴ്ഷ്യൽ പ്ലൈവുഡ്, ചൈനീസ് ബ്രാൻഡും ഉണ്ടാവും, ഇന്തോനേഷ്യൻ ഉണ്ടാവും. ഇന്തോനേഷ്യൻ ആണ് കൂടുതലായിട്ട് മൂവ് ചെയ്യണത്. പിന്നെ മുറബ വുഡ് 4 മീറ്റർ ആണ് നീളം വരുന്നത്. 3x3 ഉണ്ടാവും, അതുപോലെ തന്നെ 1x4 ഉണ്ട്, 1x2 ഉണ്ട്, 2x2 ഉണ്ട്, 3x2 ഉണ്ട്. ഇങ്ങനെ നിരവധി സൈസുകളിലായിട്ട് മുറബ ലഭ്യമാണ്. സിമെന്റുകളാണ്. സിമെന്റ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തില് അൾട്രാടെക്, അതുപോലെ തന്നെ അബുദാബി സിമെന്റ്, RAK സിമെന്റ്, RAK വരുന്നുണ്ട്. എന്നാലും കൂടുതലായിട്ട് ക്വാണ്ടിറ്റി ആരുടെ കയ്യിലും ഇല്ല. പിന്നെ അൾട്രാടെക്കും ഇതുപോലെ തന്നെയാണ്. ഈ അബുദാബിയിലെ സിറ്റുവേഷൻ പ്രകാരം അബുദാബി സിമെന്റ് ഒട്ടുമിക്ക കടകളിൽ ലഭ്യമാണ്. പക്ഷെ 18 ദിർഹം ആയിക്കുന്നു തോന്നുന്നു ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിലുള്ള ഈ സിറ്റുവേഷൻ, അതായത് 5-ാം മാസം May 5, 2026 ആയത്. പിന്നെ RAKന്റെ വൈറ്റ് സിമെന്റ്, അതിനിപ്പോ 42 ദിർഹത്തിന്റെ അടുത്ത് അയക്കണം. പിന്നെ മപ്പായിന്റെ ടൈൽ ഗ്ലൂ, ഫോസ് റോക്ക് ബ്രാൻഡിലുള്ളത്. പക്ഷെ കൂടുതലായിട്ട് ആളുകൾ നോർമലായിട്ട് കൊണ്ടുപോകാറുള്ളത് സോഡാങ്കോ ആണ്. സോഡാങ്കോ വെബറിൻ്റെത് അതാണിത്. പിന്നെ സൈനസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ഉണ്ട്, അൾട്രാടെക് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡും ഉണ്ട്. അതൊക്കെ താരതമ്യേന വില കുറവുള്ളതാണ്. പിന്നെ ടൈല് ലെവലിംഗ് ക്ലിപ്പുകളാണ്. 1 mm, 1.5 mm, 2 mm, 2.5 mm, 3 mm, 4 mm അങ്ങനെ വരുന്നത്. അതിൽ തന്നെ 2 രീതിയിൽ ടൈൽ ക്രോസ് ആയിട്ടും വരുന്നുണ്ട്, ലെവലിംഗ് ക്ലിപ്പായിട്ടും വരുന്നുണ്ട്. അടുത്ത സ്റ്റീൽസ് ആണ്. സ്റ്റീലിന്റെ കാര്യത്തിൽ ഇപ്പോ മാർക്കറ്റ് വളരെ പ്രയാസത്തിലാണ്. അതുപോലെ തന്നെ MS ട്യൂബ്, MS പൈപ്പ് എല്ലാം ഈ നിലവിലെ സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഇത് ഹോളോ ബ്ലോക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ റോ മെറ്റീരിയൽസ് വരാത്തതിനെ കൊണ്ട് തന്നെ വളരെ ഹൈ പ്രൈസിലേക്ക് മാറിയിരിക്കുന്നത്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാണെങ്കിൽ 10 സെന്റിന്റെ ഒക്കെ വരാണെങ്കിൽ 1.95 ആയിരുന്നു. ഇപ്പോൾ അത് മാറി 3.25, 4 ദിർഹത്തിലേക്ക് മാറിയിരിക്കുന്നത്. 15 സെന്റ് അതിന് ഇങ്ങനെ കൂടി വരാണ് ചെയ്യുന്നത്. എന്താവോ ആവോ.
സോളിഡും അതേമാതിരി തന്നെയാണ് ഈ പ്രൈസിലേക്ക് മാറിക്കണം. സാൻഡ്, ബ്ലാക്ക് സാൻഡ്, വൈറ്റ് സാൻഡ്, ഇവ രണ്ടാണ് കൂടുതലായിട്ട് മൂവ് ചെയ്യുന്നത്. അത് ചെറിയൊരു ബാഗായിട്ട് കിട്ടുകയാണെങ്കിൽ 6 ദിർഹത്തിന് കിട്ടും. അതായത് 3 ശവലാണ് അതിൻ്റെ അകത്ത് നിറച്ചുണ്ടാവുക. വൈറ്റും ബ്ലാക്കും ഏതാണ്ട് സെയിം റേറ്റിന് തന്നെയാണ്. പിന്നെ അത് ഇതിലേക്ക് മാറുമ്പോൾ, റിട്ടേൺ പിക്കപ്പിലേക്ക് മാറുമ്പോൾ, മുമ്പുണ്ടായിരുന്നത് പറഞ്ഞാണെങ്കിൽ 185 ദിർഹമായിരുന്നു. ഇപ്പം അത് മാറി 370 ദിർഹം. പിന്നെ അതേമാതിരി അതിൻ്റെ ഡെലിവറി ചാർജും അങ്ങനെയാണ് ഇപ്പം കൊടുക്കുന്നത്. ആ രീതിയിലേക്കാണ് മാറിയിരിക്കുന്നത് ഇപ്പം റമലുകൾ. റിട്ടേൺ പിക്കപ്പ് ആണെങ്കിൽ മുമ്പ് 930, 950 എന്ന രീതിയിലായിരുന്നു ഇത് 6 വീൽ ഉണ്ടായിരുന്നത്. അത് 6 വീലിൻ്റെ കാര്യം ഇപ്പോൾ 1240 എത്തിക്കണേ. വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽ, ഇത് DPC ഷീറ്റ്, ബിറ്റുമിൻ തന്നെ ചൂടാക്കിയിട്ട് ഒട്ടിക്കാവുന്ന പാകത്തിനുള്ളത്. മുമ്പത്തെ വില 19.50 ആയിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് 28.50 അയക്കുന്നത്. ഇനിയും കൂടാനുള്ള ചാൻസ് ആണെന്നാണ് പറയുന്നത്, കാരണം റോ മെറ്റീരിയൽസ് കിട്ടാത്തതിനാൽ. വിറ്റമിൻ ഡ്രമ്മും അതുപോലെ തന്നെ വിറ്റമിൻ സ്റ്റിക്ക് മുമ്പ് 140 ആയിരുന്നു. ഇപ്പോൾ 185 മാറിയിരിക്കുന്നു. വിറ്റമിൻ നോർമൽ ഷീറ്റ്, ബാത്റൂമിൽ വെക്കാനുമുള്ള വാട്ടർ പ്രൂഫിന് വേണ്ടി വെക്കാനുള്ള ഷീറ്റ് മുമ്പ് 95 കിട്ടിയിരുന്നു. ഇപ്പോൾ അത് മാറി 135, 140 വില മാറിയിരിക്കുന്നു. ഇത് കിട്ടാത്ത റോ മെറ്റീരിയൽസ് കിട്ടാത്തതിനാലാണ്. പിന്നെ നോർമൽ ചെറിയ ഡ്രം, അത് ഇപ്പോൾ 28 ഇപ്പം മാർക്കറ്റ് വാല്യൂ. വിറ്റമിൻ ഷീറ്റ് 135 ആ റേഞ്ചിലേക്ക്. വലിയ ഡ്രമ്മുകൾ 175, 180, ചെറിയ ഡ്രമ്മുകൾ 28, 35 വരെ ലഭ്യമാണ്. മാനുവൽ കവറും അതുപോലെ തന്നെ വില ഇൻക്രീസ് ആയിട്ടുണ്ട്. 105 ഉണ്ടായിരുന്ന അപ്പോൾ അത് മാറി 135 മാറിക്കുന്നത്. 60 കാര്യം കേട്ടോ. പിന്നെ തൂക്കത്തിനനുസരിച്ചിട്ട് 180 ഉണ്ടാവും, പിന്നെ 240 ഉണ്ടാവും. ജിപ്സം ബോർഡിന്റെ കാര്യത്തിലാണ് ഇപ്പോൾ വല്ലാത്ത പ്രതിസന്ധി വരുന്നത്. ജിപ്സം ബോർഡ് മുമ്പ് ഉണ്ടായിരുന്നത് 12 ദിർഹമായിരുന്നു. അപ്പോൾ അത് മാറി 18 മാറിയിരിക്കുന്നത്. നോർമല് വാട്ടർ പ്രൂഫ് ആണെങ്കിൽ അതിന് ഇപ്പോൾ 26 മാറിയിരിക്കുന്നത്. പിന്നെ ഫയർ റേറ്റഡ് ആണെങ്കിൽ അത് 38 മാറിയിരിക്കുന്നത്. വൈറ്റ് കളർ നോർമൽ, ഗ്രീൻ കളർ വാട്ടർ പ്രൂഫ്, റെഡ് കളർ ഫയർ റേറ്റഡ്. ഓക്കെ, കെനോഫിന്റെ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ കെനോഫിന് വരുന്നത് നോർമൽ ജിപ്സം ബോർഡ് 22 റുപ്യ, വാട്ടർ പ്രൂഫ് വരുന്നത് 32 റുപ്യ, പിന്നെ അതുപോലെ തന്നെ ഫയർ റേറ്റഡ് വരുന്നത് 48. ഇങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിലെ വില. നോർമൽ ഫ്യൂരിൻ ചാനൽ, കെനോഫ് അല്ലാത്ത നോർമൽ ഫ്യൂരിൻ ചാനൽ ആണെങ്കിൽ ഇപ്പോൾ നിലവിൽ 6 ദിർഹത്തിനൊക്കെയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. പിന്നെ വളങ്ങൾ 350 മാറിയിരിക്കുന്നു. 175 ആയിരുന്നു, 350 മാറിയിരിക്കുന്നു. പിന്നെ ജിപ്സം പൗഡർ അഹല്യ ഇപ്പോൾ മാർക്കറ്റിൽ ഇല്ല. ഉള്ളവരാണെങ്കിൽ 25 ദിർഹം, 26 ദിർഹത്തിനാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. മുമ്പ് 8 ദിർഹമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നോർമൽ സൗദിയിൽ നിന്ന് വരുന്നതാണുള്ളത്. അതിന് വരുന്നത് 20-22 ദിർഹമാണ്. പിന്നെ സ്റ്റഡും ട്രാക്കും 7 സെന്റിൻ്റെ 5 സെന്റിൻ്റെ ഒക്കെ ഉണ്ട്. പിന്നെ ജിപ്സം ടൈലിന്റെ കാര്യത്തിലും അതേപോലെ തന്നെ വില കൂടിയിട്ടുണ്ട്. മുമ്പുണ്ടായിരുന്നത് ഒരു പാക്കറ്റിന് 23 ദിർഹമായിരുന്നത് ഇപ്പോൾ 35 മാറിയിരിക്കണം. പിന്നെ മെയിൻ ടീ സ്പ്രിംഗ് ടീ. ഓക്കെ, സ്പ്രിംഗ് ടീക്ക് ഇപ്പോൾ മുമ്പ് 12 ദിർഹമായിരുന്നു. ഇപ്പോൾ അത് മാറി 16 മാറിയിരിക്കുന്നത്. പിന്നെ
60ന്റെ ചാനലും 120ന്റെ ചാനലും. 60ന്റെ ചാനൽ ഇപ്പോൾ 2 ദിർഹവും 120ന്റെ ചാനൽ ഇപ്പോൾ 3 ദിർഹവുമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ അലുമിനിയം സീലിംഗ് ആണെങ്കിൽ ഇപ്പോൾ പീസിന്റെ ഹിസാബിലാണെങ്കിൽ 17 ദിർഹത്തിലേക്ക് മാറിയിരിക്കുന്നു. മുമ്പ് 13.50 ആയിരുന്നു ഉണ്ടായിരുന്നത്. ആക്സസ് പാനലിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ 60-60 ഇപ്പോൾ വരുന്നത് 90 ദിർഹമാണ്. മുമ്പുണ്ടായിരുന്നത് 60-60 60 ദിർഹമായിരുന്നു. ഒക്കെ മാറി. ഇപ്പോൾ പെയിന്റിലേക്ക് നേരെ തിരിയാണെങ്കിൽ പെയിന്റ് ഭയങ്കര രീതിയിലേക്ക് മുന്നേറിക്കണം. ഇപ്പോൾ നോർമൽ എമൾഷൻ നാഷണലിന്റെ വരാണെങ്കിൽ 60 ദിർഹമാണ്. പിന്നെ അതുപോലെ തന്നെ PVA പ്രൈമർ വരാണെങ്കിൽ 60 ആണ്. സ്റ്റുക്ക് വരുന്നത് 65ലേക്ക് മാറിയിരിക്കുകയാണ്. പിന്നെ തിന്നർ ആണെങ്കിൽ പെയിന്റ് റിമൂവർ 60ഉം പിന്നെ തിന്നർ 38 വായിക്കുന്നു. 35 വരെ ലഭ്യമായിരുന്നു. പിന്നെ നാഷണലിന്റെ സ്പ്രേ പെയിന്റ് മുമ്പ് ഉണ്ടായിരുന്നത് 350 ആയിരുന്നു. ഇപ്പം അത് മാറി 5ലേക്ക് മാറിയിരിക്കുന്നു. ജോട്ടന്റെ കാര്യത്തിലും ജോട്ടനും വില കുതിച്ച് ഉയർന്നിട്ടുണ്ട്. പിന്നെ ടെറാക്കോനൊക്കെ വരാണെങ്കിൽ ടെറാക്കോന്റെ ജിപ്സം കോമ്പൗണ്ട് ഈ ഡ്രമ്മിന് വരുന്നത് ഇപ്പോൾ 48 ദിർഹമാണ്. മുമ്പുണ്ടായിരുന്നതെന്ന് പറഞ്ഞാണെങ്കിൽ 42-43 കിട്ടിയിരുന്നു അബുദാബി മാർക്കറ്റിൽ. ഇപ്പോൾ 48ലേക്ക് മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ ടെറാക്കോന്റെ ബേസ് കോട്ട് മുമ്പുണ്ടായിരുന്നത് 19 റുപ്യായിരുന്നു. ഇപ്പം അത് മാറി 26ലേക്ക് മാറിയിരിക്കുന്നു. പിന്നെ മറ്റേ ഫൈൻ കോട്ട് ആണെങ്കിൽ 29ലേക്ക് മാറിയിരിക്കുന്നു. പിന്നെ ബ്രഷുകളൊക്കെ നോർമൽ രീതിയിലാണ്. ബ്രഷുകളിൽ ഇപ്പോൾ ഒന്നും മാറ്റമൊന്നും വന്നിട്ടില്ല ഇതുവരെ. 2 ഇഞ്ചിന്റെ ഡെൽറ്റന്റെ ബ്രഷ് ആണെങ്കിൽ 6 ദിർഹത്തിനും 8 ഇഞ്ചിന്റെ ഡെൽറ്റന്റെ ബ്രഷ് ആണെങ്കിൽ 10 ദിർഹത്തിനും 3 ഇഞ്ചിന്റെ ഡെൽറ്റന്റെ ബ്രഷ് ആണെങ്കിൽ 8 ദിർഹത്തിലേക്കും 10 ദിർഹത്തിലേക്കും അതുപോലെ തന്നെ 4 ഇഞ്ചിന്റെ ബ്രഷ് ആണെങ്കിൽ 12 ദിർഹത്തിലേക്ക് മാറിക്കുന്നത്. റോളർ ആണെങ്കിൽ 9 ഇഞ്ചിന്റെ റോളർ സെറ്റിന് 8 റുപ്യ, 4 ഇഞ്ചിന്റെ റോളർ സെറ്റിന് 5 റുപ്യ. പിന്നെ സ്ക്രാപ്പറുകൾ 10 ദിർഹം 5 ദിർഹം ആ രീതിയിൽ തന്നെയാണ് വിട്ടുകൊണ്ട് പോകുന്നത്. ആക്സസറിയിൽ ഇപ്പം പൊതുവെ മാറ്റം വന്നിട്ടില്ല. പിന്നെ ജനറൽ ടൂൾസ്, അതായത് നെയില്, അതുപോലെ തന്നെയുള്ള വയർ നെയില്, ബൈൻഡിങ് വയർ, അതുപോലെ തന്നെ ജെയ്മെഷ്, ഇവയൊക്കെ പൊതുവെ നോർമൽ റേറ്റിൽ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആംഗിൾ ബീഡിങ് മുമ്പുണ്ടായിരുന്നത് ഒരു പാക്കറ്റ് 105 ആയിരുന്നു. ഇപ്പം വരുന്നത് 140-നാണ്. പിന്നെ ഹോളോപ്ലാസ്റ്റ്, ലിൻഡല് തുടങ്ങിയവ. പിന്നെ പോളിത്തീൻ ഷീറ്റിന്റെ കാര്യത്തിൽ ഇപ്പോൾ പ്ലാസ്റ്റിക്കുകൾ ഉൽപ്പന്നങ്ങളെല്ലാം ഹൈ പ്രൈസിലേക്ക് മാറിയിരിക്കുന്നു. പോളിത്തീൻ ഷീറ്റ് ഇപ്പോൾ 1000ന്റെ പോളിത്തീൻ ഷീറ്റ് വരുന്നത് ഇപ്പോൾ 20 ദിർഹത്തിനാണ്. മുമ്പ് 18 ദിർഹമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കോൺക്രീറ്റ് സ്പേസർ, അതുപോലെ തന്നെ VC വീൽ സ്പേസർ, PVC കോട്ടഡ് വയർ, ഇവയ്ക്കെല്ലാം വില കൂടിക്കുന്നു. PVC ഗുർമാല 5 ദിർഹമായിരുന്നു വിറ്റിരുന്നത്. ഇപ്പം അത് 7ലേക്ക് മാറിയിരിക്കുന്നത്. കരണ്ടികളാണെങ്കിൽ ഇപ്പോൾ നോർമൽ പ്രൈസിൽ തന്നെയാണ് കരണ്ടിക്ക് മൂവ് ചെയ്യണത്. കാരണം അതൊക്കെ ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഷവലുകളാണെങ്കിൽ സെയിം പ്രൈസ് 22-28 ഇടയിലാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. പിന്നെ PVCന്റെ ഉൽപ്പന്നങ്ങളാണ് മെയിനായിട്ട് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. PVC ബക്കറ്റ് ഇപ്പോൾ വരുന്നത് 10 ദിർഹമാണ്. മുമ്പ് 8 ദിർഹമായിരുന്നു ഉണ്ടായിരുന്നത്. നൈലോൺ ലൈൻഡൂറ ആണെങ്കിൽ അതിന് 150 ആയിരുന്നു. ഇപ്പോൾ 3ലേക്ക് മാറിയിരിക്കുന്നത്. അലുമിനിയം പട്ടി ആണെങ്കിൽ 28 ആയിരുന്നു. ഇപ്പോൾ 35ലേക്ക് മാറിയിരിക്കുന്നു. പിക്കാസ് 42 ദിർഹമാണ് ഇപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കിട്ടുന്നത്. അർബാനിന്റെ കാര്യത്തിൽ ലൈറ്റ് വെയിറ്റ് അർബാന വരുന്നത് ഇപ്പോൾ 95 ദിർഹത്തിനാണ്. അർബാന്റെ ടയർ വരുന്നത് 35 ദിർഹത്തിനും, അതായത് സോളിഡ്. എയർ വരുന്നത് 25-നും. പിന്നെ ഹെവി ഡ്യൂട്ടി അർബാന വരുന്നത് 135-നുമാണ്. പിന്നെ പൈപ്പ് ലെവല്, അതുപോലെ തന്നെ ടാർപോളി ഷീറ്റ് ഇത് ഓറഞ്ചും ബ്ലൂ ഒക്കെ വില കൂടിയിരിക്കുന്നു. എയർ പമ്പ്, പിന്നെ തെർമോകോൾ ഷീറ്റിന് നോർമൽ പ്രൈസ് തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുപോലെ തന്നെ ഏഷ്യൻ ക്ലോത്തിനും നോർമൽ തന്നെയാണ് ഇപ്പോൾ പോയോണ്ടിരിക്കുന്നത്. നൈലോൺ റോപ്പ് ഫുള്ളും വില കൂടിയിരിക്കുന്നു. കാർട്ടു റോള് ഇപ്പോൾ വില കൂടിയിരിക്കുന്നു. മുമ്പ് സ്മോളിന് വരുന്നത് 28-ഉം മീഡിയത്തിന് 35-ഉം പിന്നെ അതുപോലെ തന്നെ ബിഗിന് 42 ആയിരുന്നു. അപ്പോൾ അത് മാറി
ഇപ്പോൾ ബിഗിന് 55 റുപ്യാണ് വരുന്നത്. പിന്നെ ഷെയർനെറ്റ് വില കൂടിയിരിക്കുന്നു. പ്ലാസ്റ്റിക്കിന്റെ ഉൽപ്പന്നങ്ങൾ മൊത്തത്തിൽ വില കൂടിയിരിക്കുന്നു. ലാഡർ പെർ സ്റ്റെപ്പിന് 28 നോർമൽ ലെവല്. പിന്നെ ഫോൾഡിംഗ് ലാഡർ 265 300 ആ റേഞ്ചിലാണ്. പിന്നെ വയർ ബ്രഷ് അത് 5 ദിർഹം തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. നൂറാ ബ്രഷും 5 ദിർഹം തന്നെയാണ് വരുന്നത്. സോഫ്റ്റ് ബ്രഷ് ഇപ്പോൾ 7 ദിർഹം ഉള്ളത് മാറിയിട്ട് 10 ദിർഹത്തിലേക്ക് മാറിയിരിക്കുന്നു. കോക്കനട്ട് ബ്രഷും സെയിം തന്നെ 10 ദിർഹത്തിലേക്ക് തന്നെ. ഹാർഡ് ബ്രഷ് 12 ദിർഹത്തിലേക്ക് മാറിയിരിക്കുന്നു. പിന്നെ ഗാർഡറാക്ക് 20 ദിർഹത്തിലേക്ക് മാറിയിരിക്കുന്നു. വൈപ്പറുകൾ 10 ദിർഹം തന്നെ. സ്പ്രേ ബോട്ടില് ഹെവി ഡ്യൂട്ടി വരുന്നത് 18 ദിർഹത്തിനാണ്. പെട്രോൾ ക്യാൻ വരുന്നത് 45 റുപ്യയിലേക്ക് മാറിയിരിക്കുന്നു. empty ഡ്രം ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ കാണുന്നില്ല. ഗ്യാസ് ഹൗസ് ഇപ്പോൾ പെർ മീറ്ററിന് 5 ദിർഹമാണ്. ജൂബിലി ക്ലിപ്പിന് വരുന്നത് 1 ദിർഹമാണ്. പിന്നെ ടൈൽ ബീഡിങ് വരുന്നത് 5 ദിർഹത്തിനാണ്. വെൽഡ് മെഷീന് 200 ആംപിയറിൻ്റെ ഇപ്പോൾ വരുന്നത് 340-നാണ്. സ്ക്രൂ ഡ്രൈവർ സെറ്റിന് വരുന്നത് സിംഗിൾ ആയിട്ട് വരുമ്പോൾ 5 ദിർഹം 7 ദിർഹം 10 ദിർഹത്തിനാണ്. സെറ്റായിട്ട് വരുമ്പോൾ 55 വരെ വരുന്നുണ്ട്. സ്പാനറും സെയിം തന്നെ 5-10 വരെ. കട്ടിംഗ് പ്ലെയറൊക്കെ വില കൂടിയിരിക്കുന്നു. ഇപ്പോൾ 15 എത്തിക്കുന്നു. കൽബ 15 എത്തിക്കുന്നു. ഹാക്സോൾ ബ്ലേഡ് ഇപ്പോൾ 20 ദിർഹമായിരിക്കുന്നു. മുമ്പ് 10 ഉണ്ടായിരുന്നത്. ഇതെല്ലാം ഹൈറ്റിനനുസരിച്ചിട്ട് വില മാറിക്കൊണ്ടിരിക്കുകയാണ്. ടൂൾ ബോക്സ് 85 മാറിയിരിക്കുന്നു. 55 ഉണ്ടായിരുന്നത്. റബ്ബർ ഹാമറുകൾ 10 ദിർഹവും ചിപ്പിംഗ് ഹാമറുകളൊക്കെ പ്രൈസ് അതേമാതിരി തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. വലിയ ഹാമറുകളിന് ഇപ്പോൾ 45 ദിർഹമാണുള്ളത്. പെൻസില് പീസിന് 1 ദിർഹമായിട്ടാണ് ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചോക്കാണെങ്കിൽ പാക്കറ്റിന് 10 ദിർഹം. മാർക്കർ പെന്ന് പീസിന് 1 ദിർഹം. WD-40 മാറി ഉയർന്നു പോയിക്കുന്നു. ഇപ്പോൾ വില 16 ദിർഹത്തിലേക്ക് മാറിക്കുന്നു. പിന്നെ സാൻഡ് പേപ്പർ റോള്, സാൻഡ് പേപ്പർ ഡിസ്ക്, അത് മൂന്നും സാൻഡ് പേപ്പർ ഡിസ്കും സാൻഡ് പേപ്പറും 1 ദിർഹം വെച്ചിട്ടും റോളിന് വരുന്നത് പെർ മീറ്ററിന് 4 ദിർഹമായിട്ടാണ് വിൽക്കണത്. ഇപ്പോൾ സിലിക്കോൺ ഗണ്ണിന് 10 ദിർഹം തന്നെ. കട്ടിംഗ് ഡിസ്ക് 4.5 കൂടുതലായിട്ട് ഇപ്പോൾ മൂവ് ചെയ്യണത് 4.5 ഇഞ്ചിട്ടാണ്. അതിപ്പോൾ 1.50 മുമ്പ് 1 ദിർഹത്തിന് കിട്ടിയിരുന്നു. ഇപ്പോൾ അത് 1.50 ആയിക്കിന്. വുഡ് കട്ടിംഗ് ഡിസ്കിലേക്ക് വരുമ്പോൾ നോർമലായിട്ട് 15 ദിർഹം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മാർബിൾ കട്ടിംഗ് ഡിസ്ക് ഡിവാൾട്ടിൻ്റെ ഒക്കെ 48 ദിർഹത്തിലേക്ക് മാറി. 42 ഉണ്ടായിരുന്നത്. K2വിൻ്റെ കട്ടിംഗ് ഡിസ്ക് 35 ഉണ്ടായിരുന്നത്. അതിപ്പോൾ മാറിയിട്ട് 40 മാറിയിരിക്കുന്നു. ഗ്രൈൻഡിംഗ് ഡിസ്ക് ഇപ്പോൾ 65 മാറിയിരിക്കുന്നു. പിന്നെ ഓൾസോ കട്ടറിൻ്റെ സെറ്റിന് ഇപ്പോൾ 35 മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. മെറ്റൽ കപ്പ് ബ്രഷിന് 15 ദിർഹമാണ്. ജിക്സ ബ്ലേഡുകൾ ഒരു സെറ്റിന് 18 ദിർഹത്തിലേക്ക് മാറി. 10 ഉണ്ടായിരുന്നത്. ഡ്രിൽ ബിറ്റ് ഓരോരോ പീസിനനുസരിച്ചിട്ട് 4 ദിർഹം മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. ഡ്രിൽ ചക്ക് ഇപ്പോൾ 18 ദിർഹവും. പിന്നെ മക്കിട്ടൻ്റെ പവർ ടൂൾസിലേക്ക് മാറുമ്പോൾ ഇപ്പോഴും ഒരു പ്രൈസിന് തന്നെ ഉള്ളത്. അത് മുമ്പ് സ്റ്റോക്ക് ആരുടെ കയ്യിലാണുള്ളത് ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വിറ്റുകൊണ്ട് നിൽക്കുന്നത്. ടോട്ടലിലൊന്നും ഏകദേശം പവർ ടൂൾസിന് മാറ്റമൊന്നുമില്ലാതെ തന്നെയാണ് തുടരുന്നത്. അറിയില്ല, ഇനിയിപ്പോൾ മാറായിരിക്കും. ഡ്യൂക്കാബിന്റെ കാര്യത്തിലാണ് പിടുത്തം വിട്ട രീതിയിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ 1.5 സിംഗിൾ കോർ വരുന്നത് 102 റുപ്യ. അതുപോലെ തന്നെ 2.5 സിംഗിൾ കോർ വരുന്നത് 148 മാറിയിരിക്കുന്നു. ബ്രേക്കറുകൾ ഇപ്പോൾ ചേഞ്ച് ഒന്നും ആയിട്ടില്ല. അതേ രീതിയിൽ തന്നെ 12 ദിർഹത്തിന് സിംഗിൾ ബ്രേക്കറും അതുപോലെ തന്നെ മറ്റുള്ളതൊക്കെ നോർമൽ പ്രൈസിൽ തന്നെയാണ് ഇപ്പോൾ പോയോണ്ട് നിൽക്കുന്നത്. വേറെ മാറ്റമില്ല. മാറ്റം വരായിരിക്കും. ഡബിൾ സോക്കറ്റ്, സിംഗിൾ സോക്കറ്റ്, വൺ ഗ്യാങ് സ്വിച്ച്, ഇതിനൊക്കെ മാറ്റം സംഭവിച്ചിരിക്കണം. ഇപ്പോൾ PVC GA ബോക്സുകൾക്ക് വില മാറിയിരിക്കുന്നു. ഇപ്പോൾ 3x3 150, 3x6
250 മാറിക്കിന്. 1 സ്വിച്ച് ആണെങ്കിൽ 20 ആംപിയർ DP സ്വിച്ച് ആണെങ്കിൽ 18 ദിർഹം മാറിക്കിന്. മുമ്പ് 10 ദിർഹത്തിന് 12 ദിർഹത്തിന് കിട്ടിയിരുന്നു. കുക്കർ സോക്കറ്റും മാറിക്കിന്. 3 ഗാങ് ഇപ്പോൾ 12 ദിർഹമാണ്. അതുപോലെ തന്നെ കാറ്റ് 6 12 ദിർഹത്തിലേക്ക് മാറിക്കിന്. BVന്റെ ഐസൊലേറ്റർ 25 ആംപിയർ 95 റുപ്യയും 40 ആംപിയറിൻ്റെ 105 റുപ്യയും. അതങ്ങനെ പഴയ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കണം. PVC ഐസൊലേറ്ററുകൾ മാറിക്കിന്. അതിനിപ്പോൾ 28, 23 മുതൽ 28 വരെ മാറിക്കിന്. KDKന്റെ എക്സസ് ഫാൻ ഇപ്പോൾ മാർക്കറ്റിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടാണ് കിടക്കുന്നത്. എന്താണെന്ന് അറിയില്ല, കിട്ടായിരിക്കാം. ഇപ്പോൾ ഓട്ടോ ഷട്ടർ ആണെങ്കിൽ 8 ഇഞ്ചിന് വരുന്നത് 325 മാറിക്കിന് തോന്നണം. പിന്നെ സീലിംഗ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ്, ഫ്ലഡ് ലൈറ്റ് തുടങ്ങിയൊക്കെ പ്രൈസ് നല്ല ഹൈ ആയിരിക്കുന്നത്. കാരണം ഒന്നാമത് പറഞ്ഞാൽ FOC ഇപ്പോൾ ആയിരിക്കും കിട്ടുന്നില്ല. അതിനെക്കൊണ്ട് തന്നെ ഹൈ പ്രൈസിലാണ് ഇപ്പോൾ വിറ്റുകൊണ്ട് നിൽക്കുന്നത്. മുമ്പ് ബൾബുകളൊക്കെ 2 ദിർഹത്തിനൊക്കെ വന്നിരുന്നതാണ്, വിറ്റുകൊണ്ട് നിൽക്കുന്നതാണ്. ഇപ്പോൾ അത് 5 ദിർഹത്തിലേക്ക് മാറിയിരിക്കുന്നത്. പാനൽ ലൈറ്റ് മുമ്പ് 20, 22 ഇപ്പോൾ അത് മാറി 35, 40 30. 6 ഇഞ്ചിന്റെ എക്സോസ് ഫാൻ നോർമല് മുമ്പ് 15 ദിർഹത്തിനായിരുന്നു വിറ്റിരുന്നത്. ഇപ്പോൾ 18, 20 മാറിയിരിക്കുന്നത്. ഇൻസെറ്റ് കില്ലർ ആണെങ്കിൽ 65, 70 മാറിയിരിക്കുന്നത്. 45, 50 വിറ്റിരുന്നത്. LED സ്ട്രിപ്പ് ലൈറ്റും അതേമാതിരി തന്നെ മാറിയിരിക്കുന്നത്. ബൾബ് ഹോൾഡർ ഇപ്പോൾ മാറ്റം സംഭവിച്ചിരിക്കുന്നത്. 6 ദിർഹത്തിലേക്ക് മാറിയിരിക്കുന്നത്. 354 വിറ്റിരുന്നത്. സീലിംഗ് ഫാൻ ആണെങ്കിൽ 60, 65 ഇപ്പോൾ അത് 80, 85 മാറിയിരിക്കുന്നത്. കേബിൾ റെയിൽ, പിന്നെ അതുപോലെ തന്നെ 13 ആംപിയർ പ്ലഗ് ടോപ്പ് ഇപ്പോൾ റൗണ്ടിന് വരുന്നത് 5 റുപ്യയും സ്ക്വയറിന് വരുന്നത് 4 റുപ്യാണ്. ട്രങ്കിങ്ങിന്റെ കാര്യത്തിലും മാറിയിരിക്കുന്നു. 16 ഇപ്പോൾ ട്രങ്കിങ് ഇപ്പോൾ വരുന്നത് 5 ദിർഹവും 16, 25, 6 ദിർഹമായിട്ട് മാറിയിരിക്കുന്നു. മുമ്പ് 4, 5 ആയിരുന്നു വിറ്റിരുന്നത്. എർത്ത് റോഡ് ഇപ്പോൾ 16 റുപ്യ തന്നെയാണ്. കേബിൾ ലെഗ് വളരെ ഉയർന്നു പോയിക്കുന്നത്. കാരണം കോപ്പറിന് നല്ല വില കൂടിയിരിക്കണം. അതിനെ കൊണ്ട് തന്നെ നല്ല ഉയർന്നു നിൽക്കുന്ന വില. കേബിൾ മാർക്കറും സെയിം തന്നെ. PVC ഗ്ലോ മാറിയിരിക്കുന്നു. നല്ല ഹൈ പ്രൈസിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പോൾ DB ബോക്സുകളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിലും ഹൈ പ്രൈസിൽ തന്നെയാണ് ഇപ്പോൾ വരുന്നത്. ഡെക്കോഡക്റ്റിന്റെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വില കൂടിയിരിക്കുന്നു. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കിന്റെ ഉൽപ്പന്നങ്ങൾക്ക്. നോർമലായിട്ട് വരുമ്പോൾ 20, 25 ഫ്ലെക്സിബിൾ ഹൗസ് നോർമലിൽ 12, 15 ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. പൈപ്പാണെങ്കിൽ 2.75 20ക്കും 25ന് 3.75 വാങ്ങിക്കുന്നു. നോർമൽ ഡെക്കോഡക്റ്റ് അല്ല, നോർമൽ. PPR ഫിറ്റിങ്സും അതുപോലെ തന്നെ വഫാത്തറിന്റെ ഇപ്പം കിട്ടാനില്ല. ഇപ്പൊ തോംസൺ, അതുപോലെ തന്നെ ഇറ, പിന്നെ അതുപോലെ മാറ്റ്, അങ്ങനെയുള്ള കമ്പനികൾ ഇപ്പോൾ നിലവിലിപ്പോൾ ഉണ്ട്. പക്ഷെ എല്ലാത്തിനും ഹൈ പ്രൈസിലേക്ക് മാറിക്കുന്നു. കൺസീൽഡ് വാൾവ്, എൽബോ സോക്കറ്റ്, ടീ, മജാരി ഫിറ്റിങ്സും PVC ഫിറ്റിങ്സും വില കൂടിയിരിക്കുന്നു. റബ്ബർ ക്ലാമ്പും, ജെ ക്ലാമ്പ്, ജൂബിലി ക്ലിപ്പ്, വൈറ്റ് ഫിറ്റിങ്സ്, മജാരി ഫിറ്റിങ്സ്. വാട്ടർ പമ്പ്, പ്രകാശ്, അതുപോലെ എല്ലാ കമ്പനികളും വില കൂടിയിട്ട് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ 1 HP പ്രകാശിന്റെ പമ്പ് ഇപ്പം 325, 330 ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത് നോർമൽ. വാട്ടർ ഹീറ്ററിന്റെ കാര്യത്തിൽ സൗദി സെറാമിക് ഉയർന്ന പ്രൈസിലേക്ക് മാറിയിരിക്കുന്നു. 365 അയക്കുന്നു. മുമ്പ് 335 കിട്ടിയിരുന്നത്. വാട്ടർ ടാങ്കുകൾ പെർ ഗാലന് 1.25 ഉണ്ടായിരുന്നത്. അതൊക്കെ മാറി ഇപ്പോൾ 1.45 മാറിയിരിക്കുന്നു. അപ്പോൾ 500 × 1.45 എത്രയാണോ അത്ര. അത് PVCന്റെ കാര്യത്തിൽ.
പിന്നെ ബിപ്കോക്ക് 15 ദിർഹമാണ്. ടെഫ്ലോൺ ടാപ്പ് 75 വിൽസാണ്. PPR വണ്ടി മെഷീൻ, PPR കട്ടർ 35 ആയിരിക്കും. ഇപ്പോൾ വാട്ടർ റോസ് ഇറ്റലിൻ്റെ ഇപ്പോൾ മിമോസ കിട്ടാനില്ല. ആരോന്റെ ഗ്ലൂ ഉയർന്നു പോയിക്കുന്നു. 18 ദിർഹത്തിന് വലുത് കിട്ടിയിരുന്നു. അപ്പോൾ അത് 22 മാറിക്കുന്നു. കിച്ചൺ സിങ്ക്, PVC വേസ്റ്റ്, ബോട്ടൽ ട്രാപ്പ്, ഡബിള്, സിംഗിള്, മാജികോസ്, അതുപോലെ തന്നെ സ്റ്റോപ്പർ, പിന്നെ വാട്ടർ ഫിൽറ്റർ, ട്രിബിള്, ഡബിള്, സിംഗിള്, പിന്നെ PVC ഫ്ലോർ ട്രാപ്പ്, ട്രാപ്പ്, വാഷ് ബേസിന് ഇപ്പോൾ ആങ്കറിന്റെ വാഷ് ബേസിന് ഇപ്പോൾ മാറിക്കുന്നത് 90 മാറിക്കുന്നു. മുമ്പ് ഇപ്പോൾ ലാസ്റ്റ് സമയത്ത് 75 ഇപ്പോൾ 90 മാറിക്കുന്നു. WC ആണെങ്കിൽ ഇപ്പോൾ 2 പാർട്ടിന് വരുന്നത് 185 മാറിക്കുന്നു. സിംഗിൾ പാർട്ട് ആണെങ്കിൽ 260 പ്ലസ് ടാക്സിലേക്ക് മാറിക്കുന്നു. ഈ അറേബ്യൻ WC ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാറ്റപ്പെട്ടിങ്ങനെ ഇപ്പോൾ 42 മാറിക്കുന്നു. 28 ഉണ്ടായിരുന്നത്. ബാത്ത് ടബും അതേമാതിരി തന്നെ 380 മാറിക്കുന്നു. പിന്നെ വാഷ് ബേസ് മിക്സർ, സിങ്ക് മിക്സർ, അതുപോലെ ഷവർ ഹെഡ് സെറ്റ്, ഷവർ മിക്സർ, ഷത്താഫിന്റെ CP ആണെങ്കിൽ PVC ആണെങ്കിലൊക്കെ വില കൂടിക്കുന്നു. ആംഗിൾ വാൾവ്, ഫ്ലോർ ട്രാപ്പ്, കവറ്, പിന്നെ പെറ്റക്സ് വില കൂടിക്കുന്നു. GP വില കൂടിക്കുന്നു. GP ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത് 8 ദിർഹത്തിനാണ്. പെറ്റക്സ് 12 ദിർഹം തന്നെയാണ്. 250 പെറ്റക്സ് ആണെങ്കിൽ ഇപ്പോൾ 30 മാറിക്കുന്നു. 200 ആണെങ്കിൽ 35 മാറിക്കുന്നു. ബൈസൺ കിറ്റ് ഇപ്പോൾ 18 ദിർഹമാണ്. ഡക്ട് ടാപ്പ് 5 ദിർഹത്തിലേക്ക് മാറിക്കുന്നു. മാസ്കിൻ ടാപ്പ് 2 ദിർഹം തന്നെ മാറ്റില്ലാതെ തുടരുന്നു. ക്ലിയർ ടാപ്പ് വില കൂടിക്കുന്നു. 350 ആക്കിക്കുന്നു. AC-ന്റെ ഡക്ട് ഇൻസുലേഷൻ 350 ആക്കാണുള്ളത്. പിന്നെ സേഫ്റ്റി ഐറ്റംസുകൾ, സേഫ്റ്റി ഹെൽമെറ്റ്, വാണിംഗ് ടാപ്പ്, സേഫ്റ്റി ഹെൽമെറ്റ് ഇപ്പോൾ 10 ആയിരിക്കുന്നു. മുമ്പ് 7 ഉറുപ്പ്യക്കായിരുന്നു ഉണ്ടായിരുന്നത്. സേഫ്റ്റി ജാക്കറ്റിന് 5 ദിർഹത്തിന്റെ ഉണ്ടാവും. പിന്നെ 8 ദിർഹത്തിന്റെ, 12 ദിർഹത്തിന്റെ, 15 ദിർഹത്തിന്റെ ഒക്കെ ആയിട്ടാണ് വിൽക്കുന്നത് ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട്. ഗംബൂട്ട് വില കൂടിക്കുന്നു. മുമ്പ് ഉണ്ടായിരുന്ന 15 ദിർഹമായിരുന്നു. ഇപ്പോൾ അത് മാറി 18 ദിർഹത്തിലേക്ക് മാറിക്കുന്നു. സേഫ്റ്റി ഗ്ലാസ് ആണെങ്കിൽ 5 ദിർഹത്തിലേക്ക് മാറിക്കുന്നു. ക്ലിയറും അതുപോലെ തന്നെ ബ്ലാക്കും. കവറോള് ഈ 2 പാർട്ട് വരുന്നത് 28 ദിർഹത്തിനാണ്. പിന്നെ സ്ക്രൂകളും വില കൂടിയിട്ടാണ് ഇപ്പോൾ വരുന്നത്. മുമ്പ് 18 ദിർഹമാണ്. ഇപ്പോൾ അത് 20 ദിർഹത്തിലേക്ക് മാറിക്കുന്നു ഓരോരോ ബോക്സിനനുസരിച്ചിട്ട്. 6mm ഫിഷർ ഇപ്പോൾ 350 തന്നെയാണ്. മാറ്റമില്ല. ഫാസ്റ്റ് ആൻഡ് ഡൈല് മാറ്റം വന്നിക്കാണ്. ഇപ്പൊ 18 ദിർഹത്തിലേക്ക് മാറിക്കുന്നു. 12 ഉണ്ടായിരുന്നത്. ടൈൽസിന്റെ കാര്യത്തില് ഉയർന്ന രീതിയിലാണ് പ്രൈസ് പോയിക്കുന്നത്. ഡോർ ക്ലോസറും അതുപോലെ തന്നെ വില കൂടിയിരിക്കുന്നു. മുമ്പ് 45-50 വിറ്റ സാധനം ഇപ്പോൾ 70-75 മാറിയിരിക്കുന്നു. ഫോൾഡിംഗ് ഡോറുകൾ ഇപ്പോൾ 210 മാറിയിരിക്കുന്നു. നോർമൽ ഡോറുകൾ 155-160 മാറിയിരിക്കുന്നു. ഇഞ്ചസ് ഇപ്പോൾ 650-7 ഉറുപ്പ്യക്ക് മാറി. ഹെവി ഡ്യൂട്ടി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ബിൽഡ് സോൺ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന അബുദാബിയിലെ മുറൂർ റോഡ് ടാങ്കർമായിലുള്ള ഷോപ്പിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. കോൺടാക്ട് നമ്പർ 050-188-3344. ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.